ഹായ് ഫ്രണ്ട്സ്, ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിന് ശേഷം നമ്മൾ സാധാരണ ഒരു എഞ്ചിനീയർ ആയിട്ടാണ് പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം നമുക്കൊരു സ്കിൽഡ് ജോബ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബിടെക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ സൈറ്റിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ തന്നെ നമുക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കിട്ടിയിരുന്നാലും കൂടുതൽ സമയം സൈറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ എംടെക് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഡിസൈനിലേക്ക് വരുമ്പോൾ വളരെ ടെൻഷനുള്ള ജോബ് ആയിരിക്കും അല്ലേ. പക്ഷേ നമുക്ക് സ്കിൽഡ് ആയിട്ട് ഡയറക്റ്റ്ലി ബിടെക് കഴിഞ്ഞോ ഡിപ്ലോമ കഴിഞ്ഞോ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് മാറണമെങ്കിൽ അതിന് പറ്റിയൊരു കോഴ്സാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്, ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ്. നമ്മുടെ എൻട്രിയിൽ വെയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഈ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ജോലി സാധ്യതകളാണുള്ളത് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ വിദേശത്തും, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കരിയറിൽ ബ്ലൂം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പറയാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ് ജോബ് നമ്മൾ ഏതൊരു കരിയർ ചൂസ് ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പഠിച്ചു തുടങ്ങുമ്പോഴും അതിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ച് എല്ലാവരും ഭയങ്കര വറീഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് ആസ് ഓഫ് നൗ നമുക്ക് 230+ പ്ലേസ്മെൻറ്റ്സ് ഓൾറെഡി ഉണ്ട് മിഡിൽ ഈസ്റ്റിലും നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയർ വൈസ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തന്നെ ക്വാണ്ടിറ്റി സർവേയിങ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് എൻട്രിയുടെ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് എൻട്രി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോബിൽ ഇറങ്ങി ലൈവ് പ്രൊജക്ട്സിന് ഡീൽ ചെയ്യേണ്ട ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ ലൈവ് പ്രൊജക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് അബ്രോഡ് ഓൺഗോയിങ് വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് സി വി എന്ന് പറയുന്നത് നമുക്കൊരു ജോലിയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സി വി നോക്കിയിട്ടായിരിക്കും നമുക്ക് മിക്കവാറും പലരും ഷോർട്ട് ലിസ്റ്റ് പോലും ചെയ്യുന്നത്. അപ്പോൾ സി വി പ്രിപ്പറേഷൻ എങ്ങനെയാണ് അതിനൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യും. പിന്നെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ട്, അതായത് ഒരു മെൻറ്റർ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാകും ത്രൂ ഔട്ട് ഇയർ കോഴ്സ് പഠിക്കുന്ന സമയത്തും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓൺ ഗോയിങ് പ്രൊജക്ട്സിൻ്റെ ലൈവ് ഡിസ്കഷൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു മെൻറ്റർ നിങ്ങളുടെ സഹായത്തിലുണ്ടായിരിക്കും. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, അതാണ് ഏറ്റവും വലിയ പറഞ്ഞല്ലോ. നമ്മൾ ഏതൊരു കോഴ്സ് പഠിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭയമാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ പഠിച്ചിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാനുവലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു എസ്റ്റിമേഷൻ എടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ഫീൽഡ് BIM പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ വളർന്നു വരുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. സോഫ്റ്റ്വെയർ സ്കിൽസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് തരും. അസൈൻമെൻറ്റ്സിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് ആഴത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. എബവ് ഓൾ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മസ്റ്റാണ്. നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്ക് അറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു കോഴ്സിലൂടെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രിയുടെ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് കുറച്ചും കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും കൂടി എലാബറേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് അതായത് നമുക്ക് QS ലീഡേഴ്സ് ഉണ്ട്. അതായത് ക്വാണ്ടിറ്റി സർവേയിങ് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം അവർ ടാലൻറ്റ് പ്രൂവ് ചെയ്ത വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ലൈവ് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് വളരെ വലിയ കാര്യമാണ്. കാര്യം നമുക്ക് അവരുടെ എക്സ്പീരിയൻസസും അവരുടെ വർക്ക് നേച്ചറും, അല്ലെങ്കിൽ അവർ കുറേ കാര്യങ്ങൾക്ക് ഒരുപാട് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ഉണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് വർക്ക്ഷോപ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അവരുടെ വർക്ക്ഷോപ്സ് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരും നമ്മുടെ കരിയറിൽ. പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ 20-ലധികം വർഷം എക്സ്പീരിയൻസ് ഉള്ള QS പ്രൊഫഷണൽസ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ QS ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരാം. അത് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ തന്നെ 20-ൽ കൂടുതൽ വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, പണ്ട് തൊട്ടേ പ്രൊജക്ട്സ് കണ്ട് ഇപ്പോൾ പ്രൊജക്റ്റിലുള്ള മാറ്റം ഒക്കെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സോഫ്റ്റ്വെയർ അറിയാൻ നമുക്കൊരു വഴിയില്ല. നമ്മുടെ പ്രിമാവെര, AutoCAD, പ്ലാൻസ്വിറ്റ് പോലെയുള്ള സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ലൈവ് പ്രൊജക്ട്സിൽ എക്സ്പോഷർ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ കിട്ടുന്നതായിരിക്കും. ദെൻ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ്സസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അസൈൻമെൻറ്റ്സ് ഉണ്ട്. പിന്നെ മെൻറ്റേഴ്സ് ഉണ്ട്. മെൻറ്റർഷിപ്പ് 6 മാസം മെൻറ്റർഷിപ്പാണ് നിങ്ങൾക്കുള്ളത്. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ആണ്, അതായത് നിങ്ങൾക്ക് ജോബിന് വേണ്ട അസിസ്റ്റൻസ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസിൻ്റെ രൂപത്തിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് ലൈവ് ഇൻട്രാക്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് നമ്മുടെ CV പ്രിപ്പറേഷൻ, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആയിട്ടുള്ള സെഷൻസ് ഉണ്ട്. CV നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസും ഒക്കെ തരും. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു കരിയറിലേക്ക് നമ്മൾ ചുവട് വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ എൻട്രിയുടെ
ക്വാണ്ടിറ്റി സർവിങ് കോഴ്സ് വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എക്സ്പേർട്സ് ഉണ്ടെന്ന് പറഞ്ഞ് 20-ലധികം എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്ക് ഈ ആൾക്കാർ, അതായത് ഈ പറയുന്ന വ്യക്തികളെല്ലാം തന്നെ 15+ അല്ലെങ്കിൽ 20+ വർഷം എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്സ് ആണ്. ഈ പാനൽ ഓഫ് എക്സ്പേർട്സ് ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുക. ഇവർക്കൊക്കെ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും വിതിൻ ദ കൺട്രി ആണെങ്കിലും ഒക്കെ ഒരുപാട് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസസും ഓൺഗോയിങ് ലൈവ് പ്രൊജക്ട്സുമായിട്ട് ഡയറക്റ്റ്ലി കണക്ഷൻ ഉള്ളവരും പല പ്രൊജക്ട്സ് കണ്ടുവന്നതും എക്സ്പീരിയൻസ് ഉള്ളവരും. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റി സർവേയറായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ, നാളെ നിങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എക്യുപ്ഡ് ആവണം എന്നുള്ള രീതിയിൽ നിങ്ങളെ വെൽ എക്യുപ്ഡ് ആയിട്ട് ഗൈഡ് ചെയ്യുന്ന എക്സ്പേർട്സ് ആണ് ഇവരെന്ന് പറയുന്നത്. സോ അവരുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇപ്പോൾ കറൻറ്റ് സെനാരിയോ ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ കറൻറ്റ് സെനാരിയോയിൽ ക്വാണ്ടിറ്റി സർവേയറിൻ്റെ നീഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഇനി നമ്മുടെ കോഴ്സ് ക്യൂരിക്കുലം ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ എന്തൊക്കെയാണ് ഈ കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റി സർവേയിങ്. എന്താണ് ക്വാണ്ടിറ്റി സർവേയിങ്, ക്വാണ്ടിറ്റി സർവേയിങ്ങിൻ്റെ ആവശ്യകത, ക്വാണ്ടിറ്റി സർവേയിങ് ഒരു പ്രൊജക്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം. പിന്നെ BOQ, നമുക്ക് ചെറിയ നമ്മുടെ ബിടെക്കിൻ്റെ 7th സെമ്മിൽ പഠിക്കുന്ന പേപ്പറാണ് ക്വാണ്ടിറ്റി സർവേയിങ്. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പഠിക്കുന്നതാണ്. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് അഥവാ BOQ എന്ന് പറയുന്നത്. BOQ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, BOQൻ്റെ ഇമ്പോർട്ടൻസ് ഒരു പ്രൊജക്റ്റിൽ എന്താണ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സോ BOQ പ്രിപ്പറേഷൻ, അതുപോലെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്, RA ബിൽ പ്രിപ്പറേഷൻ, COP പ്രിപ്പറേഷൻ, വേരിയേഷൻസ്, വർക്ക് ഓർഡർ ആൻഡ് പർച്ചേസ് ഓർഡർ. ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വർക്ക് ഓർഡർ ആൻഡ് പർച്ചേസ് ഓർഡറിനൊക്കെ തന്നെ ആ ഒരു ഫീൽഡിലേക്കും അല്ലെങ്കിൽ ആ ഒരു സെഷനിലേക്ക് മാത്രമായിട്ട് നമുക്ക് ജോലി കിട്ടാനും ഒക്കെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പറ്റും എന്ന് ഞാൻ മുന്നേ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ സെഷൻസിലൂടെയാണ് നമ്മളതിനെ എക്യുപ്ഡായി മാറുക. പിന്നെ പ്രൊജക്ട് ഷെഡ്യൂളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെഡ്യൂളിംഗ് എന്താണെന്നും ഒക്കെ നമ്മൾ പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ തിയറി മാത്രം പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മളതൊരു ലൈവ് പ്രൊജക്റ്റിൽ എക്സിക്യൂട്ട് ചെയ്ത് പഠിച്ചിട്ടില്ല. അതെല്ലാം നമുക്ക് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ, അതും നമ്മൾ തിയറി ആയിട്ട് മാത്രം പഠിച്ചിട്ടുണ്ടാകുന്ന കാര്യമാണ്. തിയറി ആയിട്ട് ബാർ ബെൻഡിങ് നമ്മൾ നമ്മുടെ ചെറിയ ബിടെക്കിൻ്റെ ചെറിയൊരു പോർഷനായിട്ട് പഠിക്കുന്നതാണ്. അത് നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, പ്രൊജക്ട്സിൽ എങ്ങനെയാണ് അത് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലൈവ് പ്രൊജക്ട്സ് ഇൻ മിഡിൽ ഈസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ പോലെ ഇനി നമുക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് 2030 വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നടക്കുന്ന ലൈവ് പ്രൊജക്ട്സ് ഏതൊക്കെയാണ്, അതിൻ്റെ സെനാരിയോ ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നാളെ നമ്മളൊരു എഞ്ചിനീയറായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്ട്സിൽ നല്ലൊരു റോള് വഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ സെഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്സുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് വളരെ സെഷൻസ് നമുക്കുണ്ട്. സോ ദാറ്റ് നമുക്ക് ഇൻഡസ്ട്രിയുമായിട്ടൊരു ചെറിയ എക്സ്പോഷർ ഈ ഒരു കോഴ്സിലൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഞാൻ എസ്റ്റിമേറ്റ്സ് ആൻഡ് ക്യാഷ് ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ക്യാഷ് ഫ്ലോ ഇല്ലാതെ നമുക്ക് ഒരു പ്രൊജക്റ്റും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ റേറ്റ് അനാലിസിസ്, നമുക്ക് ഓരോ വർക്കിൻ്റെയും റേറ്റ് അനാലിസിസ് ഉണ്ട്. പ്രൊജക്ട് ക്ലോസ് ഔട്ട് ആൻഡ് ഹാൻഡിങ് ഓവറിൻ്റെ കാര്യങ്ങൾ. ദെൻ 3M മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൻ്റെ കരിക്കുലം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നോക്കിക്കോളൂ, ഒരു പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ ബിഗിനിങ് സ്റ്റേജ് മുതൽ ഹാൻഡ് ഓവർ ചെയ്യുന്ന കാര്യങ്ങൾ വരെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല ഇത് ലൈവ് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് ലൈവ് പ്രൊജക്ട്സുമായിട്ട് ക്ലബ് ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയുമായിട്ടും എക്സ്പോഷർ ഉണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിയററ്റിക്കലി നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാനും ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സിലൂടെ സാധിക്കും. സോ ഇതാണ് നമ്മുടെ എൻട്രി എലിവേറ്റ് നിങ്ങൾക്ക് തരുന്ന ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ്. സോ ഇന്ന് തന്നെ നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണെങ്കിലും ബിടെക് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്കാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കരിയർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ സൈറ്റിലുള്ള ജോബ് എന്നുള്ള ഹെക്റ്റിക് ലേബിൾ മാറ്റി നല്ലൊരു ഓഫീസ് വർക്ക് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ് ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറയുന്ന പോസ്റ്റ്. അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എൻട്രിയുടെ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സിൽ എൻറോൾ ചെയ്ത് ഇന്ന് തന്നെ പഠിക്കാവുന്നതാണ്. കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫോം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ അതിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. സോ ദാറ്റ് നിങ്ങൾക്ക് നമ്മുടെ പഠിച്ച ആ ഒരു ഫീൽഡിൽ തന്നെ കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നിങ്ങളുടെ കരിയർ മാറ്റാവുന്നതാണ്. താങ്ക് യു ഓൾ.